നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ സച്ചി രാവിലത്തെ സ്കൂൾ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് ബസ്സിനകത്തിരിക്കുന്ന സമയത്താണ് ആലോചിക്കുന്നത്, ശ്രീകാന്തിനെ വർഷം ഒന്ന് പോയി കണ്ടാലോ? ഇനിയിപ്പോൾ വൈകുന്നേരമാണ് ഓട്ടോ എടുക്കേണ്ടുള്ളൂ, കുറെ സമയം ബാക്കിയുണ്ട്, അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാം എന്നൊരു ചിന്തയുണ്ടായി. അങ്ങനെ സച്ചി എന്ത് ചെയ്തു, ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം വിമലയും കൂടെ അങ്ങോട്ട് വരുന്നേ. ആദ്യം സ്കൂളിലേക്ക് കൊണ്ടുപോയി വിട്ടു വിമല. എന്നിട്ട് പറഞ്ഞു, മോനെ വൈകുന്നേരം അമ്മമ്മ ഒന്ന് കൂട്ടാന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ആദ്യം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വിമല അങ്ങ് തിരിഞ്ഞു. കൃത്യം ജസ്റ്റ് മിസ്സായിരുന്നു, അല്ലെങ്കിൽ ഉറപ്പായിട്ടും വിമലയെ കണ്ടേനാം. വിമലയുടെ പിന്നാലെ തന്നെയാണ് സച്ചി കാറിനടുത്തേക്ക് പോകുന്നത്. വിമല പെട്ടെന്ന് അങ്ങോട്ട് നടന്നുപോയി. അങ്ങനെ സച്ചി വന്ന് കാറെ കയറി നേരെ ശ്രീകാന്തന്റെ വർഷയുടെ വീട്ടിലേക്ക് പോരുവാണ്. അതേ സമയത്ത് വർഷ എന്ത് ചെയ്തു, ഡൈനിങ് ടേബിൾ ഇത്തിരി നീക്കാൻ തുടങ്ങുവാണ്. അത് കണ്ടുകൊണ്ടാണ് ശ്രീകാന്ത് വരുന്നത്. നീ എന്തേ കാണിക്കണമെന്ന് ചോദിച്ചു. ഞാനെന്താ ഡൈനിങ് ടേബിൾ നീക്കാൻ തോന്നുന്നത്? എടി ഈ സമയത്ത് ഇങ്ങനത്തെ പണികളൊന്നും ചെയ്തുകൂടാ, കട്ടിപ്പണികളൊന്നും ചെയ്യത്തില്ല എന്നുള്ള കാര്യം നിനക്കറിയാൻ പറ്റേ. ഇതേ ശ്രീകാന്തെ, ഒന്നും തൊടാനും പിടിക്കാനും പറ്റില്ല. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, അത്ര തന്നെ. പിന്നെ ചെയ്യാൻ പറ്റില്ലാത്ത കാര്യം എന്ത് ചെയ്താലും ഉണ്ട് ഒരു മുടന്ന ന്യായങ്ങള് എന്നും പറഞ്ഞൊരു വർഷം എന്ത് ചെയ്തു, പെട്ടെന്ന് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് അങ്ങോട്ട് പോകണം. വർഷം അങ്ങനെ ഓടല്ലെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പിന്നാലെ ചെന്നു. മധുസൂദനൻ മുകളിലുണ്ടായിരുന്നു. എന്താ മോളെ രണ്ടുപേരും കൂടെ? ഒന്നുമില്ല അച്ഛാ. എന്താ രണ്ടുപേരും കൂടെ വഴക്കാണോ? ഞങ്ങള് വഴക്കൊന്നുമില്ല, ഞങ്ങൾ പെർഫെക്റ്റ് കപ്പിൾസ് അല്ലേന്ന് ചോദിച്ചു. അത് ഞാൻ കണ്ടായിരുന്നു, രണ്ടുപേരും കൂടെ കൂടി വഴക്കുണ്ടാക്കണേ. അപ്പോഴേക്കും വർഷം പറഞ്ഞു, അതൊക്കെ വെറുതെ ഒരു തമാശയ്ക്ക് കാണിക്കുന്നല്ലേന്ന് ചോദിച്ചു. അപ്പോഴാണ് മഹിമയുടെ വരവ്. മഹിമ വന്നിട്ട് ചോദിച്ചു, എന്തായി റെസ്റ്റോറന്റ് തുടങ്ങുന്ന കാര്യം? അതൊക്കെ നേരത്തെ തുടങ്ങണ്ടല്ലായിരുന്നു അമ്മേ. അപ്പൊ ഒരാൾ ഉടക്കമായിട്ട് വന്നു. അല്ലെങ്കിൽ ആരാ ഉടക്കുണ്ടാക്കുന്നേ? ആരാന്ന് പറ. എന്തായാലും നമുക്ക് അവരെ കൈകാര്യം ചെയ്യാം, കൊട്ടേഷൻ കൊടുക്കാന്ന് പറഞ്ഞു. ആരാ, സച്ചിയാണോന്ന് ചോദിച്ചു. അത് കേട്ടതിന് രവീന്ദ്രൻ പറഞ്ഞു, പിന്നെ സച്ചിയുടെ പേര് പറയേണ്ട കാര്യമൊന്നുമില്ല, സച്ചി അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അല്ല പിന്നെ ആരായിരിക്കും എന്ന് ചോദിച്ചു. അത് കേട്ടതും വർഷ പറഞ്ഞു, അതെ മുമ്പ് ശ്രീകാന്ത് ഞാനും ഇഷ്ടത്തിലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കൊട്ടേഷൻ കൊടുത്തില്ലായിരുന്നോ അമ്മയൊക്കെ? അവർക്ക് തന്നെ കൊട്ടേഷൻ കൊടുത്താൽ മതി ഇത്തവണ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആള് മാറത്തില്ലോ എന്ന് പറഞ്ഞു. അതെന്താ? അത് കേട്ടപ്പോഴത്തേനും ശ്രീകാന്ത് ആകെപ്പാടെ വല്ലാതെ നിൽക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ തവണത്തെ ആളാകുമ്പോ അവർക്ക് ഈ തവണ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ എളുപ്പമുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ശ്രീകാന്തോ നീയാണോ സമ്മതിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ എനിക്കിപ്പോൾ എന്തായാലും തുടങ്ങാൻ താല്പര്യമില്ല, ഇച്ചിരി കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി. എന്താടാ മോനെ ഇങ്ങനെ? ഇപ്പൊ റെസ്റ്റോറൻറ്റ് തുടങ്ങിയാൽ എന്താ? പൈസയുടെ കാര്യം ഓർത്തിട്ടാണോ? അതൊന്നും ഓർത്തിട്ട് നീ വിഷമിക്കൊന്നും വേണ്ട, പൈസയൊക്കെ ഞങ്ങൾ തന്നോളാന്ന് പറഞ്ഞു. ഇപ്പോഴാണെങ്കിൽ ഇവിടെ അടുത്തൊരു സ്പോട്ടുണ്ട്, അവിടെ പോയി നമുക്ക് നോക്കാം. വർഷയ്ക്ക് നിനക്ക് ഇവിടെ നിൽക്കുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, അതൊന്നും ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് പുറത്തൊരു കാറിന്റെ ഹോണടി ശബ്ദം കേട്ടെ. മധുസൂദൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. ഹോൺ അടിച്ചോണ്ടിരുന്ന വേറെ ആരും ആയിരുന്നില്ല, സച്ചിയായിരുന്നു. ഹോൺ നീട്ടടിച്ചോണ്ടിരിക്കുക. മധുസൂദൻ അങ്ങോട്ട് ചെന്നു. ആഹാ, ഇതാര്, സച്ചിയോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ കെട്ടിപ്പിടിക്കണം. കാറിൽ നിന്ന് സച്ചി ഇറങ്ങി ഉടനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോ സച്ചി അമ്പരന്ന് പോയി. ഇയാൾക്ക് ഇതെന്താ ഭ്രാന്ത് പിടിച്ചോന്ന്? ഞാനൊട്ടും പ്രതീക്ഷയില്ല കേട്ടോ മോൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന്. എനിക്ക് സന്തോഷമായെന്ന് പറഞ്ഞു. അതെ, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ എനിക്ക് മനസ്സിലായി. എന്റെ മോളെ കാണാൻ വേണ്ടിയിട്ടല്ലേന്ന് ചോദിച്ചു. മോളെ ശ്രീകാന്തിനെ കാണാൻ വേണ്ടിയിട്ടാന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അവരെ വിളിക്ക്. അങ്ങനെ പോയാലും എങ്ങനെ ശരിയാന്നേ? ഇവിടെ വരെ വന്നിട്ട് വീട്ടിൽ കയറാതെ പോകുന്ന എങ്ങനെയാ? വീട്ടിൽ കയറിട്ട് പോയാൽ മതി. ഞാൻ വീട്ടിലേക്കും കയറുന്നില്ല, എനിക്ക് അവരെ കാണണം. അതെനിക്കറിയാം, സച്ചി അവരെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നാന്ന്. അല്ലാതെ സച്ചി വീട്ടിലേക്ക് വരത്തില്ലോ. ഒന്നെങ്കിൽ എന്നെ തല്ലാന്, അല്ലെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ടു പോവാന്. രണ്ടിലൊന്നല്ലേ, ശരിയല്ലേ? ഇപ്പൊ തല്ലേണ്ട കാര്യമില്ല, അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ. ഇയാളാള് കൊള്ളാലോ, ഇയാൾ ഇനിയിപ്പോ മാറിയതാണോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായി സച്ചിയുടെ. സച്ചി, ഞാൻ പറഞ്ഞു ശരിയല്ലേ എന്ന് ചോദിച്ചു. അതെന്തേലും ആയിക്കോട്ടെ, അവരെ വിളിക്കാൻ പറഞ്ഞു. സച്ചി അങ്ങോട്ട് കയറി വാ എന്ന് പറഞ്ഞു. അല്ല ഞാൻ വരുന്നില്ല. പിന്നെ സച്ചി ഒരു കാര്യമുണ്ട്, അവരെ കൂട്ടിക്കൊണ്ടു പോകാനാണെങ്കിൽ കൊണ്ടുപോകണ്ടെന്ന് പറയാനായിരിക്കും. അല്ല സച്ചി പിടിച്ചോണ്ട് പോയിക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്കറിയാം സച്ചിക്ക് അവരെ കാണാതിരിക്കാൻ പറ്റില്ലെന്ന്. അതുപോലെ തന്നെ വർഷയ്ക്കാണെങ്കിലും വർഷ വാ തുറക്കുന്നേ ഫുഡ് കഴിക്കാനും സച്ചിയെ കുറിച്ച് പറയാനൊക്കെ വാ തുറക്കുന്നേ. അതുപോലെയാണ്, അത്ര ഇഷ്ടമാണ് സച്ചിയെ. പിന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകും മഹിമയ്ക്ക് ഇത്തിരി സങ്കടം തോന്നുമായിരിക്കും. മോള് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വന്ന് നിന്നിട്ടല്ലോ. അപ്പം മഹിമയൊന്നും ബോധ്യപ്പെടുത്താനായിട്ട് എന്തേലും കള്ളത്തരം പറഞ്ഞ് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകണം. എന്നെക്കൊണ്ട് പറ്റില്ല കള്ളത്തരം പറയാനായിട്ട്. അങ്ങനെ പറയരുത് സച്ചി. കൂട്ടിക്കൊണ്ടു പോവാണെങ്കിൽ മഹിമയ്ക്ക് വിഷമമില്ലാത്ത രീതിയിൽ വേണം. എനിക്കും ആഗ്രഹമുണ്ട് അവളോട് നിൽക്കണമെന്ന്. പക്ഷേ എങ്കിൽ
സച്ചിക്കൊക്കെ അവരെ കാണാതിരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോയിക്കോളാൻ പറയണം. സച്ചി പറഞ്ഞു എങ്കിലും അവരെ വിളിക്കുക. പിന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കാനോ? ഇവിടം വരെ വന്നിട്ട് സച്ചിയെ ഞാൻ വെറും കൈയോടെ വിടാനോ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി. ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞ് കയ്യെ പിടിച്ച് വലിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ സമയം വർഷയുടെ അടുത്ത് കൊണ്ട് മെഡിസിൻ കഴിക്കാൻ കൊടുത്തിട്ട് ശ്രീകാന്ത് പറഞ്ഞു ഇത് കഴിക്ക് വർഷയെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മഹിമ പറഞ്ഞു അതെങ്ങനെ ഞാൻ കൊടുത്തിട്ട് പോലും അവള് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. ദേ ഞാൻ സച്ചേട്ടനെ രേവതി ചേച്ചിയും വിളിക്കട്ടെ എന്ന് ചോദിച്ചു. പിന്നെ എന്ന് പറഞ്ഞിട്ട് വർഷം ഇങ്ങനെ നിൽക്കുകയാണ്. അവരിപ്പോ ഇങ്ങോട്ടേക്ക് വരാൻ പോലെ. അത് കേട്ട മഹിമ പറഞ്ഞു പിന്നെ അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവള് മെഡിസിൻ കഴിക്കും. അപ്പോഴേക്കും രവീന്ദ്രനെ സച്ചിയും കൂട്ടി അകത്തേക്ക് വന്നു. അല്ല ആരായിരിക്കും പോലും വന്നേ? ഇതുവരെയായിട്ടും അച്ഛൻ കയറി വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ വർഷമൊക്കെ താഴേക്ക് ചെല്ലുമ്പോഴത്തേനുമാണ് സച്ചിയെ കാണുന്നത്. സച്ചേണ്ണോ? രണ്ടുപേരും ഒരു നിമിഷം അന്തം വിട്ടു. ഇതെന്താ സച്ചേട്ടാ പെട്ടെന്ന്? ശ്രീകാന്ത് പറഞ്ഞു എനിക്ക് മനസ്സിലായി ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതല്ലേന്ന് ചോദിച്ചു. ഞങ്ങളെ കാണാതിരിക്കാൻ സച്ചേട്ടന് പറ്റില്ലല്ലേന്ന് പറഞ്ഞു. വസുവരൻ പറഞ്ഞു സച്ചി ഇരിക്കാൻ പറഞ്ഞു. അതെ മഹിമ എന്താന്ന് വെച്ചാൽ എടുക്ക. ചായയോ കാപ്പിയോ കൂൾ ഡ്രിങ്ക്സോ സച്ചിക്ക് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മസൂദൻ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കോഫി എങ്കിലും കുടിച്ചിട്ട് പോണം. ഒരു കോഫി എടുക്കാൻ പറഞ്ഞു. ആ സമയം മഹിമ പറഞ്ഞു സച്ചിക്ക് ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ കോഫിയൊന്നും? അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് കോഫി വേണം. ഒടുവില് മസൂദൻ പറഞ്ഞു മഹിമ ഒരു കോഫി എടുക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു ഇപ്പൊ സച്ചേണ്ട കാര്യം ഞങ്ങൾ പറഞ്ഞുണ്ടായിരുന്നുള്ളെന്ന് പറഞ്ഞു. എന്ത്? അത് പിന്നെ ഇവള് മരുന്ന് കഴിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് മരുന്ന് കഴിക്കുന്നില്ലേ? ഇല്ലാന്ന് പറഞ്ഞു. എടാ ശ്രീകാന്തെ നീ പോയി മരുന്ന് കൊടുത്തോണ്ടാൻ പറഞ്ഞു. അങ്ങനെ മരുന്ന് എടുത്തോണ്ട് വന്നു. അപ്പോഴേക്കും മഹിമ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞിട്ട് അവള് കഴിച്ചില്ല, പിന്നെയാണ് സച്ചി പറഞ്ഞാൽ കഴിക്കണേ. ആ സമയത്ത് സച്ചി പറഞ്ഞു ഈ സമയത്ത് മരുന്ന് കഴിക്കാതിരുന്ന എങ്ങനെ ശരിയാന്നേ? വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ദോഷമല്ലേ, നമ്മൾ മരുന്ന് കഴിക്കണം. പിന്നീട് സച്ചി ആ മരുന്നും വെള്ളം കൂടെ കൊടുക്കുകയാണ്. ഇത് കഴിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഒന്നും നോക്കാതെ വർഷ ആ മരുന്ന് കഴിക്കുകയാണ്. ഒരു നിമിഷം മഹിമ ഞെട്ടിപ്പോയി. മധുസൂദനൻ പറഞ്ഞു കണ്ടില്ലേ ഇതാണ് ഏട്ടനും അരിജിത്തിയും തമ്മിലുള്ള ബന്ധം. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇവൾക്കൊരു ഏട്ടൻ ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഇവള് പറയായിരുന്നു എനിക്ക് ഒരു ഏട്ടൻ വേണമെന്നൊക്കെ. കണ്ട് ഇപ്പൊ അവൾക്കൊരു ഏട്ടനെ കിട്ടിയില്ല എന്നൊക്കെ ചോദിച്ചു. ഇപ്പം മനസ്സിലായോടി മഹിമ നിനക്കെന്ന് ചോദിച്ചു. മഹിമ വല്ലാതെ നിൽക്കുകയാണ്. നീ പോയി കോഫി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. മഹിമ അങ്ങോട്ട് അകത്തേക്ക് പറഞ്ഞിട്ട് തുടങ്ങണം. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിച്ചു അല്ല സച്ചേട്ടാ പെട്ടെന്ന് എന്താ? അത് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നാ. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് മഹിമ പോയ വിടേനെ ഇറങ്ങി വന്നു. അതെ അങ്ങനെ ഇപ്പൊ ഇവരെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇടി നിന്നോട് കോഫി എടുക്കാനല്ലേ പറഞ്ഞ? കോഫി? അതെ എന്ത് ഉദ്ദേശത്തിലാ എന്നാ ഇത് പറയണ സച്ചി? ഞാൻ എന്താണല്ലോ എന്റെ മോളെ വിടത്തില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ മോള് ഇവിടെ വന്ന് നിന്നിട്ടില്ല. എനിക്കും ആഗ്രഹമുണ്ട് അവൾ ഇവിടെ കുറച്ചു ദിവസം നിൽക്കണമെന്ന്. അവൾ എന്റെ മകളല്ലേ, ഞാൻ വിടാൻ പോകുന്നില്ല. മസൂദൻ പറഞ്ഞു മഹിമേ അവളുടെ ഇഷ്ടം എന്താ വെച്ചാൽ അവള് ചെയ്യട്ടെ, നീ എന്തിനാ ഇങ്ങനെ? പിന്നെ മധുവേടൻ ഇത് പറയാം. എന്താണ് ഞാൻ എന്റെ മോളെ പറഞ്ഞു വിടത്തില്ല എന്ന് പറഞ്ഞു. മസൂദൻ കണ്ണുകൊണ്ട് കാണിക്കണം സച്ചിയെ എന്തേലും നമ്പർ ഇടാനായിട്ട്. അപ്പൊ സച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തേലും നമ്പർ ഇട്ട് കൂട്ടിക്കൊണ്ട് പോകണമെന്ന്, അല്ലെങ്കിൽ മഹിമയ്ക്ക് വിഷമാവുന്നു. ഒടുവില് സച്ചി പറഞ്ഞു അത് പിന്നെ വെറുതെ ഞാൻ വന്നല്ല, രേവതിക്ക് ഇത്തിരി വയ്യ അതുകൊണ്ടാന്ന് പറഞ്ഞു. രേവതി ചേച്ചിക്ക് വയ്യേ എന്ന് ശ്രീകാന്തും വർഷം ഒരുപോലെ ചോദിച്ചു. അതെ. അല്ല എന്തു പറ്റി? അവൾക്ക് ഇടയ്ക്ക് മൈഗ്രെയിൻ ഉണ്ടാകുന്നതാണല്ലോ. അപ്പൊ ആ മൈഗ്രെയിൻ കൂടി ഭയങ്കര തലവേദന ആയതുകൊണ്ട് ഒരു രക്ഷയില്ല. അപ്പൊ അവള് കിടക്കുവെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞ് മഹിമ പറഞ്ഞു ഓഹോ അപ്പൊ രോഗിയെ ശുശ്രൂഷിക്കാനാണോ എന്റെ മോളെ കൊണ്ടുവന്നേ? ഇവൾ അവിടെ വന്ന് എന്തോന്ന് ചെയ്യാനായിട്ടാ? മധുസൂദൻ പറഞ്ഞു എന്റെ മഹിമേ അതിനെന്തേലും പണി ചെയ്യിക്കാനാണ് അവിടെ കൂട്ടിക്കൊണ്ട് പോകുന്നേ. നമുക്കൊരു വയ്യായിക വന്നു കഴിയുമ്പോ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് താങ്ങും തണലും ആവൂലേ? അതിന് പാരം നീ ഇങ്ങനെയൊക്കെയാണോ പറയണമെന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യ നിങ്ങൾ പോകാൻ നോക്കാൻ പറഞ്ഞു. സച്ചി അത്ഭുതത്തോടെ മധുസൂദനെ നോക്കുവാണ്. ദൈവമേ ഇയാള് ശരിക്കും മാറിയതാണെന്ന അർത്ഥത്തില്. മഹിമയ്ക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും വർഷ പറഞ്ഞു ഞങ്ങൾക്ക് പോവാതിരിക്കാൻ പറ്റില്ല, ഞങ്ങൾ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് വർഷ ശ്രീകാന്തും അങ്ങോട്ട് കയറിപ്പോയി. വർഷയെ ശ്രീകാന്തും പോയി കഴിഞ്ഞപ്പോൾ മഹിമ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. മധുസൂദനൻ കൈയും കൊണ്ട് ഉണ്ടാണെന്നും പറഞ്ഞ് സച്ചിയെ കാണിക്കുകയാണ്. സച്ചിക്കാണ് വല്ലാത്തൊരു അത്ഭുതം തന്നെയായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേന് സച്ചി പുറത്തേക്ക് ഇറങ്ങി വന്നു. സച്ചി ആലോചിച്ചു താനിപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു. വർഷയുടെ അച്ഛനും അമ്മയല്ലേ, അവർക്ക് വിഷമാവില്ല വർഷയെ പെട്ടെന്ന് വന്ന് കൂട്ടിക്കൊണ്ട് പോയല്ല. ഒരു കാര്യം ചെയ്യാം പോയേക്കാം എന്ന് കരുതിയിട്ട് കാറിനടുത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും വർഷ വിളിച്ചു സച്ചിയേട്ടാന്ന് പറഞ്ഞ്. സച്ചി തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ അവർ ഭാഗമൊക്കെയായിട്ട് വന്ന് നിൽക്കുകയാണ് സച്ചി ശ്രീകാന്തും കൂടെ. ഇതെന്താ ഞങ്ങളെ കൂട്ടാതെ പോകാൻ തുടങ്ങണമെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ അപ്പോഴേക്കും സച്ചി ശ്രീകാന്തൊക്കെ വർഷയെ ശ്രീകാന്തൊക്കെ അരിയിലേക്ക് വന്നു. ആ സമയത്ത് സച്ചി പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അതെന്താ സച്ചിയേട്ടാ ഇപ്പം അങ്ങനെ പറയണേ? അത് മതി അച്ഛൻ്റെ അമ്മയോടൊപ്പം നിന്നിട്ട്. അത് സാരമില്ല അച്ഛൻ്റെ അമ്മയോടൊപ്പം പിന്നെ ഒരു ദിവസം വന്ന് നിന്നോളാം.
ഇപ്പം രേവതി ചേച്ചിയുടെ അടുത്ത് ഞാൻ വേണം. ആ ആ സമയത്ത് സച്ചി ഒന്ന് മധുസൂദനെ നോക്കി. മധുസൂദനൻ പറഞ്ഞു, ശരി മോളെ, എങ്കിൽ നീ പിന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, യാത്ര പറഞ്ഞ് സച്ചിയും രേവതിയും വർഷയൊക്കെ അങ്ങോട്ട്, സച്ചിയും വർഷ ശ്രീകാന്തും ഒക്കെ അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് മധുസൂദനാണെങ്കിൽ വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു മോള് പോയപ്പം. മഹിമയ്ക്ക് നല്ല ദേഷ്യമായിരുന്നു. മഹിമ പറഞ്ഞു, കണ്ടില്ലേ സച്ചി മനഃപൂർവ്വം കൂട്ടിക്കൊണ്ടു പോകുമെന്ന, അവന് പേടി എവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിവിടെ നിന്ന് പോകുന്നു. മഹിമ, നീ എന്തിനാ ഇങ്ങനെ ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കുന്നേ? സച്ചി അത്തരക്കാരനൊന്നും അല്ല, മിണ്ടാതെ പോവുക എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം നിങ്ങൾ നല്ലവനായിക്കൊണ്ടിരിക്കുവാണല്ലോ അതാന്ന് പറഞ്ഞു. അതിന് മഹിമയോട് മറുപടി ഒന്നും പറയാതെ മധുസൂദൻ അകത്തേക്ക് കയറിപ്പോയി. ഈ സമയം രേവതി ഹോസ്പിറ്റലിലേക്ക് വന്നു. ബില്ലൊക്കെ അടച്ചിട്ട് ലക്ഷ്മിയമ്മയൊക്കെ എടുത്തു വന്നിട്ട് പറഞ്ഞു, അമ്മേ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാതെ നോക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശരത്ത് പറഞ്ഞു, ചേച്ചീനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ബാക്കിയെല്ലാം കൂടെ നമ്മൾ നോക്കണ്ടേന്ന് ചോദിച്ചു. രേവതി പറഞ്ഞു, അത് ശരിയാ, സച്ചേട്ടൻ സമ്മതിക്കുമായിരുന്നെങ്കിൽ ഇപ്പം ഈ വിവാഹം നടക്കുമായിരുന്നു. സാരമില്ല, സച്ചേട്ടനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം. അല്ല, അമ്മയുടെ അഭിപ്രായം എന്താ അരുണിനെ കുറിച്ച്? അത് പിന്നെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, അതാ പറഞ്ഞത്. ഇപ്പൊ സച്ചേട്ടൻ ഒരാൾ പറഞ്ഞുകൊണ്ട് അഭിപ്രായം മാറ്റേണ്ട കാര്യമൊന്നുമില്ല അമ്മ. ഒരു പക്ഷെ അരുൺ നല്ലവനായിരിക്കും. അല്ല മോളെ, എന്നാലും സച്ചി പറയാതെ എങ്ങനെ ഈ വിവാഹം നടത്തുന്നത്? അമ്മ, എന്ത് വന്നാലും നമുക്ക് ഈ വിവാഹം നടത്തിയാൽ മതിയാവുള്ളൂ. അധികം വൈകാതെ തന്നെ നടത്തണം. കാരണം നമുക്ക് ദേവു വലുതാണ്. ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല അരുണെങ്കിലോ, അവൻ ചിലപ്പോൾ നല്ലവനാണെങ്കിലോ. അങ്ങനെയാണെങ്കിൽ ദേവുമായിട്ടുള്ള വിവാഹം നടത്തുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു. എന്ത് ചെയ്യണമെന്ന് ലക്ഷ്മി അമ്മയ്ക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.